പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദുരന്തം ഒരു ഭാഗത്തുണ്ട്, അതിനൊപ്പം തന്നെ മറ്റൊന്നാണ് കാലവർഷം. അത് ശക്തി പ്രാപിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇന്നലെ മിനിങ്ങാന്നൊക്കെ മഴയായിരുന്നു. ഇന്നലെ ഈ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇന്നിപ്പോൾ പുലർച്ചെ രാവിലെ ഒക്കെ നിൽക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ മഴയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ള സൂചന നൽകി കണ്ണൂരും കാസർഗോഡും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ കടലാക്രമണവും രൂക്ഷമാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളിൽ നിന്ന്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖരും, കൊച്ചിയിൽ നിന്ന് സഹൻ ആന്റണിയും ഉണ്ട്. ചന്തുവിലേക്ക് പോവുകയാണ് ഞാൻ. ചന്തു, ഗുഡ് മോർണിംഗ്. ഈ എല്ലായിടത്തും മഴ നിലനിൽക്കുന്നുണ്ട്, അലേർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും ഒരു മഴക്കാലത്തിലേക്ക്, അത് ഒരു കൊടും മഴക്കാലത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നൊരു സൂചനയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പുതിയ മുന്നറിയിപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും. തിരുവനന്തപുരത്തെ രാവിലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവിടെ നിൽക്കുന്ന മുന്നറിയിപ്പും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചന്തു? പിന്നെ മാത്രമല്ല, കടലാക്രമണവും ഒക്കെ രൂക്ഷമാണെന്ന് പറയുന്നു. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കടലാക്രമണം രൂക്ഷമാണ്. മാത്രമല്ല മഴയുടെ ഒരു സാഹചര്യമുണ്ട്. ഇന്നും മാത്രമല്ല വരും ദിവസങ്ങളിലും മഴ കനക്കാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ശംഖുമുഖം തീരത്താണ് ഞാനുള്ളത്. ഇവിടെ ശക്തമായ തിരമാല അടിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിൽ കടൽക്ഷോഭം ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. തീരമാകെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ശംഖുമുഖം മുതൽ വെട്ടുകാട് വരെയുള്ള ഭാഗങ്ങളിൽ തീരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഈ വീടുകൾ പലതും ഇതിനകം തന്നെ ഈ തീരത്തോട് ചേർന്നുണ്ടായിരുന്ന വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ജിയോ ബാഗുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് മുൻപ് തന്നെ കരിങ്കല്ലുകൾ നിരത്തി ഈ തിരയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ തിര ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ കല്ല് കടലിലേക്ക് ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ജിയോ ബാഗുകളും ഈ തിരയിൽപ്പെട്ട് കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ നൽകിയിട്ടുണ്ട്. കാരണം 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ഇനിയും തിരമാലകൾ ശക്തമാകാനും കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയുടെ സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം 10 മണിയോടുകൂടി ഈ അലർട്ടുകളിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടിയും മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ തന്നെ അന്തരീക്ഷം മേഘാവൃതമാണ്. ആ ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും തീരദേശ മേഖല പോലെ തന്നെ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ തീരദേശ മേഖലയിൽ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളി. ഇപ്പോൾ ട്രോളിംഗ് ആയതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നില്ല. എങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ശക്തമായ തിരമാല തന്നെയാണ് തീരദേശ മേഖലയിൽ ആശങ്ക ഉയർത്തുന്നത്. സേതുലക്ഷ്മി. ശരി ചന്തു, നമ്മൾ തിരുവനന്തപുരത്തെ കാര്യങ്ങളാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ നേരെ കൊച്ചിയിലേക്ക് പോകാം. സഹിൻ ആന്റണി ഉണ്ട് നമുക്കിപ്പം. സഹിൻ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്, എന്താണ് സാഹചര്യം? ഗുഡ് മോർണിംഗ് സേതു. സേതു, കൊച്ചിയിൽ മഴയേക്കാൾ ഏറെ ജനത്തെ വലച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കണ്ണമാലി, നായരമ്പലം, ചെറായി തുടങ്ങിയിടങ്ങളിലെല്ലാം, ഞാറക്കൽ തുടങ്ങിയിടങ്ങളിലെല്ലാം ജനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതായി കാണുന്ന പോലെ തന്നെ കടൽക്കയറ്റമാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ രൂക്ഷമായ കടൽക്കയറ്റം പല ഭാഗങ്ങളിലും ഉണ്ടായി. നമുക്കറിയാം, ഈ ചെല്ലാനത്തേക്ക് വാർത്തകൾ ചെയ്ത് നമ്മൾക്ക് തന്നെ എന്താണ് അവരോട് പറയേണ്ടതെന്ന് അറിയാൻ പാടാത്തൊരു സ്ഥിതിയാണല്ലോ. കഴിഞ്ഞ 14 വർഷത്തോളമായി ഞാൻ ഈ ചെല്ലാനത്തെ വാർത്ത നിരന്തരം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ ഈ താമസിക്കുന്ന ഒരിടം കൂടിയാണ് ഇടക്കൊച്ചി എന്ന് പറയുന്ന സ്ഥലം. ഈ തീരമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏറെ പരിതാപകരവും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സേതു. കാരണം കടൽ വന്നു കഴിഞ്ഞാൽ പല ആളുകളും വീട് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ കാനകളെല്ലാം മണ്ണ് കയറി പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി. മാത്രമല്ല പല വീടുകളും പല ആളുകളും എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ചേട്ടാ, എങ്ങനെയാണ് കടൽ കയറ്റമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ ഈ കാണാൻ പറഞ്ഞിട്ട് വെള്ളവും പോകണില്ല. ഈ പറയാറില്ലേ ഈ വരുന്ന മെമ്പറിനോട് പറയുന്നുണ്ട്, മെമ്പറൊന്നും ചെയ്യണില്ല. ഒരു പ്രസിഡന്റ് ഉണ്ട്, അയാളും തിരിഞ്ഞു നോക്കാനുള്ള. ഒരു MLA ഉണ്ട്, അയാളും തിരിഞ്ഞു നോക്കാനുള്ള. നമ്മൾ കുട്ടികളെ മക്കളെ എടുത്ത് ഓടേണ്ടി പോകണം, ഇവിടുന്ന് നാട് വിട്ടു പോകണം. അതാണ് സ്ഥിതി. എല്ലാ കൊല്ലം ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലവും
എല്ലാ കൊല്ലവും ഇത് തന്നെ സ്ഥിതി. ആചാരനെ കൊണ്ടുപോകും. പറയുന്നു കാര്യം പറയാൻ ഇങ്ങനെ നാണിച്ചു നിന്നിട്ട് എന്താ എന്തൊരവസ്ഥ. ദേവരേട്ടൻ എന്തായാലും ഇത് പറയാൻ കഴിയുന്നില്ല. അമ്മച്ചിയൊക്കെ വേണ്ട, അമ്മച്ചിയോടൊക്കെ ചോദിക്കാം. അമ്മച്ചി എങ്ങനെയാണ് വെള്ളമൊക്കെ കയറണ്ട, കടൽ കയറ്റമൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് അമ്മച്ചി? കടലിൽ കയറിയ പെരടാത്ത ഞങ്ങളുടെ പെരടാത്ത ഇപ്പോഴും വെള്ളം നിൽക്കും. വെള്ളമാണ് ഇപ്പോഴും വെള്ളം നിൽക്കുന്ന ഓടേണ്ടി വരുന്ന അവസ്ഥയാണ്. അത് ഓടേണ്ട അവസ്ഥയാണ്. എന്നിട്ട് അതേ ഒരു കട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് കിടത്തിയാണ് കൊച്ചുങ്ങളെ. ഇപ്പം 4 ദിവസമാണ് വെള്ളം നിറഞ്ഞു നിന്ന് വെച്ചത്. എപ്പോഴും ഇത് തന്നെ. ഗവൺമെൻറ് ഏതായാലും ഇത് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടേക്ക്. നമ്മളാർക്കും വേണ്ട, ഇത്ര ഗവൺമെൻറ്റിന് വേണ്ട. അല്ലെങ്കിൽ ഇത്രയും ചെയ്യാൻ ഞങ്ങൾ കളക്ടറിൻ്റെ അടുത്ത് പോയി ഒരു 4 മണിക്കൂർ ആ വെയിലത്ത് പോയി കിടന്ന് സമരം ചെയ്ത് ഇതിന് വേണ്ടിയിട്ട്. സമരം നമുക്കൊരു പുത്തരിയല്ല. സമരം അവർക്ക് അത് കഴിഞ്ഞ് കടലിൽ ഇറങ്ങി കഴിഞ്ഞ മാസം 24-ാം തീയതി. എന്നിട്ട് സമരം ചെയ്തതാണ്. എല്ലാ പെണ്ണുങ്ങളും കൂടി ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും ഇല്ല, ഒരു തീരുമാനമില്ല. ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ പറ്റുമോ? ഭക്ഷണം പാകം ചെയ്യാനും പൊക്കത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും. ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് ചെയ്യണം. വെള്ളത്തിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. പെരടാത്ത വെള്ളമല്ലേ, പെരടാത്തും മുറ്റത്തും ഒരുപോലെ വെള്ളം. ഞങ്ങൾ ഈ സമരം തുടങ്ങി ഇവിടെയുള്ള ജനങ്ങൾ എന്ത് പറഞ്ഞാലും ആ ഒരു വാക്ക് മാത്രമേ അവർ സ്വീകരിക്കാറ് പോകുള്ളൂ. ഇപ്പം നിങ്ങൾ ചാനലുകാർ വന്ന് ഞങ്ങൾ പറഞ്ഞ് നിങ്ങളത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കും. അതുകൊണ്ടൊരു ഫലവുമില്ല. ഈ പടിഞ്ഞാറുന്ന് വെള്ളം കയറിയ കിഴക്കുവശമുള്ള ആളുകൾക്കാണ് കൂടുതലും ബുദ്ധിമുട്ട് തന്നെ. കാരണം ഈ അരിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി അങ്ങോട്ട് പോയെന്നാൽ പിന്നെ എല്ലാ വീടുകളും ഇടിച്ച് കയറിയാണ്. ഞങ്ങളുടെ ജനാലവരെയൊക്കെ പൊളിഞ്ഞു കിടക്കി. കടലിടിച്ച് കയറിയ എന്തോരം സമരം ചെയ്ത് എന്തോരം പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാലും ഗവൺമെൻറ്റിന് ഒരു തീരുമാനവും ഇല്ല. ഇങ്ങനെ തന്നെ ഇട്ടേക്ക്. ലാസ്റ്റ് ഞങ്ങളും മക്കളും എല്ലാം കൂടി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും. അതേ ഇതിൽ പ്രതിവിധിയുള്ളു. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ പെരവച്ചുകൊണ്ട് ഈ പെരയുടെ നിപ്പ് കാണണ്ട. ഇത് കണ്ട സേതു വലിയ ദുരിതമാണ്. സേതു ഇത് കണ്ട ഓരോ മതിലൊക്കെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ദുരിതാവസ്ഥയാണ്. ഇത് കണ്ട ഇത് എല്ലാം തകർന്ന് നശിച്ച്. നമ്മളറിയാമല്ലോ സേതു, നമ്മളൊരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഓരോ മനുഷ്യൻ്റെ സ്വപ്നമാണ്. ഒരു സ്വന്തമായിട്ടൊരു കിടപ്പാടം എന്ന് പറയുന്നത്. ആ കിടപ്പാടമില്ലാതെ ആകേണ്ട കൺമുന്നിൽ വെച്ച് കിടപ്പാടം ചോർന്നു പോകുന്ന ഒരുവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമാണ്. ദുരിതമൊക്കെ നേരിടുന്നു. അതിനപ്പുറം പറയേണ്ടവരോടൊക്കെ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യർ നിസ്സഹായരാണ്. ഇനിയെങ്കിലും ഈ അധികാരികളൊക്കെ ഇത് കണ്ണ് തുറക്കട്ടെ, ഇവരിലേക്ക് എത്തട്ടെ, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പിന്നെ മഴക്കാലമാണ്, എല്ലായിടത്തും അലേർട്ടുകളുണ്ട്. അതും ഈ വടക്കൻ ജില്ലകളിലൊക്കെ ഏറെക്കുറെ റെഡ് അലേർട്ടിന് 2 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉള്ളൂ എങ്കിലും മറ്റെല്ലായിടത്തും റെഡ് അലേർട്ടിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്ന അലേർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എല്ലാവരും കുറച്ചുകൂടിയൊക്കെ ഒന്ന് ജാഗ്രതയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും സാഹചര്യങ്ങൾ പറയുകയായിരുന്നു ചന്തു ചന്ദ്രശേഖറുമൊപ്പം സഹിൻ ആന്റണിയും.